കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനിടെ പുറത്തെടുക്കവേ നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞെന്ന പരാതിയിൽ ചികിത്സാ പിഴവില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് റിപ്പോർട്ട് കൈമാറി. കുഞ്ഞിന് ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. ദിലുഷ തെളിവിന് വീണ്ടും ചേർന്നു. ദിലുഷ, കുഞ്ഞിന്റെ പ്രസവത്തിനിടയിൽ പുറത്തെടുക്കുമ്പോൾ കൈയൊടിയുന്നതും വീട്ടുകാരറിയാതെ പ്ലാസ്റ്റർ ഇടുന്നതും ഒക്കെ അത് പിഴവല്ലാതാവുന്നത് എങ്ങനെയാണ്? എന്താണ് അതിന്റെ സാങ്കേതിക വശം ഡോക്ടർമാർ പറയുന്നത്? ദിലുഷ. ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങ് സ്വദേശികളായിട്ടുള്ള സുജിൻ അമല ദമ്പതികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് പരാതിയുമായിട്ട് രംഗത്തെത്തിയിരുന്നത്. കുഞ്ഞിന്റെ പ്രസവത്തിനിടെ കൈയൊടുകയായിരുന്നുവെന്നും മാതാപിതാക്കളെ കാണിക്കാതെ പ്ലാസ്റ്റർ ഇടുകയായിരുന്നുവെന്നുമാണ് മാതാപിതാക്കളുടെ പരാതി. എന്നാൽ ചികിത്സാ പിഴവില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ വിശദീകരണം വരുന്നത്. അതായത് ഈ ചികിത്സാ പിഴവില്ല എന്നാണ് സൂപ്രണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഷോൾഡർ ഡിസ്റ്റോസിയ എന്ന അവസ്ഥയാണ് ഇതെന്നും ഈ കുഞ്ഞിന് ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നു എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഈ കഴിഞ്ഞ മെയ് 14 ഈ പ്രസവം നടക്കുന്നത്. അതിനുശേഷം ആ ദിവസം അന്ന് തന്നെ കുഞ്ഞിനെ എൻ ഐ സിയുവിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. മാതാപിതാക്കളെ കാണിച്ചിരുന്നില്ല. പിറ്റേന്നാണ് കുഞ്ഞിനെ കാണിക്കുന്നത്. ആ സമയത്താണ് ഈ പ്ലാസ്റ്റർ ഇട്ട വിവരം അറിയുന്നതും മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും. അപ്പോൾ കുഞ്ഞിന് വലിയ ഭാരക്കൂടുതൽ ഉണ്ടായിരുന്നു, അപ്പോൾ പുറത്തെടുക്കുന്ന സമയത്ത് സംഭവിച്ചതാണ് എന്നൊക്കെയാണ് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ മറുപടി പറഞ്ഞത്. പിന്നാലെയാണ് ഈ കുടുംബം മറ്റൊരു സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത്. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിലും സൂപ്രണ്ടിനുമാണ് പരാതി നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ തന്നെ ഈ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസും ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.